മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ ഇരിട്ടി പട്ടണം എന്ന് പറയുന്നത്. ഇരിട്ടി പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണ് നമ്മുടെ ഈ പഴയ സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ജംഗ്ഷനൊക്കെ. അപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏജൻറ്റ് ടീം ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനല്ല, ഇവിടെ നിന്ന് കുറച്ച് അല്പം തലശ്ശേരി റോഡിലുള്ള പുന്നാട് ഉള്ള ഒരു യുവ കർഷകനാണ്. കർഷകനോടൊപ്പം എന്നുള്ള ഈ ഞങ്ങളുടെ ഈ പരമ്പര ഇന്ന് ഞങ്ങൾ ആ യുവ കർഷകൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. നമുക്കിവിടെ പോവാം അല്ലേ? വാ. ഇപ്പോൾ നമ്മൾ ഇരിട്ടി പഴയ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ പുന്നാട് ഞാൻ പറഞ്ഞ നമ്മുടെ യുവ കർഷകൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. രാവിലേട്ടാ നമസ്കാരം. നമസ്കാരം. രാവിലെ എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ഒരു പുതുതലമുറയ്ക്ക് ഒരു പുത്തൻ ഉണർവേകിയിട്ടാണ് ഈ യുവ കർഷകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഓക്കെ. എന്തൊക്കെയാണുള്ളത്? നമ്മളിപ്പോൾ രാവിലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പിന്നെ കുൺകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. രാവിലെ ഒരു 6:30 മുതൽ ഒരു 9 മണി എന്ന് പറയുന്നത് പീക്ക് ടൈമാണ്. ഈ സമയത്തിനുള്ളിൽ ഇത് പറിക്കൽ, ഹാർവെസ്റ്റിങ്, പാക്കിങ്, ലാബലിങ്, കടകളിൽ എത്തിച്ച് തീർക്കണം. അന്നത്തെ പണി ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് തീർക്കണം. അതാണ് നമ്മളെ പീക്ക് ടൈം. ആ സമയത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ആയിക്കോട്ടെ. നമ്മൾ ഏകദേശം 5 വർഷത്തോളമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് 2 പേര്, അമലും ശരത്തും. ഏകദേശം കുൺകൃഷി തുടങ്ങിയ ആ സമയത്ത് മുതൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അഭിനന്ദ്, മറ്റേത് വിക്രം ഒറീസയാണ്. ഇപ്പം ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ 4 പേരാണ് ഇവിടെ ഇപ്പം രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ 10 മണിയാകുമ്പോൾ 2 ലേഡീസ് സ്റ്റാഫുണ്ട്. അക്കൗണ്ടും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരാറുണ്ട്. ഒരാൾ വീട്ടിൽ നിന്ന് തന്നെ അക്കൗണ്ട്സ് കാര്യങ്ങൾ മാത്രം നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർ മാത്രം 6 പേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞാനും ശ്രീകാന്ത് പാർട്ട്ണറാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് പേരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ പാർട്ട്ണറാണ് ശ്രീകാന്ത് അല്ലേ പേര്? ഓക്കെ. എവിടെ വീട് ഇവിടെ തന്നെ? തൊട്ടടുത്ത് തന്നെ. ശ്രീകാന്തിൻ്റെ അമ്മ 25 വർഷം മുമ്പേ കുൺകൃഷി ചെയ്യുന്നതാണ്. 25 വർഷം സൂപ്പർ സീനിയർ നമ്മളങ്ങോട്ട്. നമ്മൾ 7-8 വർഷമാകുന്നേ ഉള്ളൂ. 25 വർഷമായിട്ട് കുൺകൃഷി ചെയ്ത് അതിൻ്റെ അകത്തുള്ള വരുമാനങ്ങളിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ടാണ് ശ്രീകാന്ത് എൻ്റെ കൂടെ കൂടുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു? വളരെ നല്ലതാണ്. എങ്ങനെ നാട്ടുകാരുടെ എല്ലാവരുടെ അഭിപ്രായമൊക്കെ? ഇതിനെക്കുറിച്ച് നല്ല മാർക്കറ്റ്, നല്ല അവയർനെസ് ഇപ്പം ആൾക്കാർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഇത് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ സെയിലോ കാര്യങ്ങളോ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയറാണ്, ഇതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഇവരുടെ ആ ഒരു ഇവിടെ അല്ല അതിൻ്റെ ഫാമിലേക്ക് ഇവിടെ അല്ല, ഇപ്പോൾ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വീട് തൊട്ടടുത്താണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഫാമും ഉള്ളത്. ഫാമിൻ്റെ ഫ്രണ്ടിലെത്തി വലിയ ഫാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഈ ഫാനിൻ്റെ? ഇത് ഒരു ഫാൻ ആൻഡ് പാഡ് ടെക്നോളജിയാണ്. ഇത് 1 HP ഫാനാണ്. ഇതിൻ്റെ ബാക്കിലൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ആ കൂളിംഗ് സിസ്റ്റം വഴി ഇതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് മാറ്റും. ഉള്ളിൽ എപ്പോഴും ഫ്രഷ് എയർ കൊടുത്തുകൊണ്ട് ഒരു എയറേഷൻ, ഒരു വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ കൂണ് നല്ല രീതിയിൽ വരികയുള്ളൂ. ഒരു നല്ലൊരു മാധ്യമത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലൊരു വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂണ് വിരിയാൻ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതിന് അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ സാധാരണ കൃഷികൾ പോലെ വളങ്ങളോ കീടനാശിനികളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ആകെ അതിന് അനുയോജ്യമായ കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുക. നമ്മൾ പറമ്പിൽ എപ്പോഴും കൂണുണ്ടാവാറില്ലല്ലോ. ആ കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ മാത്രമേ പറമ്പിൽ കൂണുണ്ടാവാറുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെയ്യുന്ന ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ചിപ്പി
കൂണിന് വേണ്ട അനുയോജ്യമായ കാലാവസ്ഥ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടെക്നോളജിയും കാര്യങ്ങളാണ്. ഈ ഫാമുകൾ ഇവിടെ 2 ഫാം, ഒന്ന് ശ്രീകാന്തിൻ്റെ വീടിൻ്റെ മേലെയാണ്. അങ്ങനെ 3 ഫാം ഇവിടെ ഓയിസ്റ്റർ മഷ്റൂമിന്, അത് പുതിയ മിൽക്കിയുടെ പാൽക്കൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മഷ്റൂമിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഫാമാണ്. അതൊന്ന് മഴയൊന്നും കൂടി നിന്നിട്ട് മാത്രമേ അവിടെ സ്റ്റാർട്ട് ആവുള്ളൂ. 2 വെറൈറ്റിയാണ് കൂടുതൽ ഇവിടുത്തെ ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാനുകളുണ്ട്. അപ്പോൾ ഇവിടെ 2 മെയിനായിട്ടുള്ളത്. ഓൾമോസ്റ്റ് 2 ഫില്ലായി. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുവാണ്. ഒരു 2 ഫാമും ഫില്ലാകുമ്പോഴേക്കും 3ാമത്തെ അവിടെ എന്ന രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തെ വിശേഷങ്ങളാണ്, അപ്പോൾ നമുക്ക് അകത്തുള്ള വിശേഷങ്ങൾ കൂടി കാണാം. ഇതിൻ്റെ ഉള്ളിൽ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് കയറാം. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കുളിച്ച് ഫ്രഷായിട്ട് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറാറുള്ളൂ. ഞാൻ പോലും രാവിലെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കയറുന്നുണ്ടെങ്കിൽ മാത്രമേ കയറാറുള്ളൂ. അല്ലാത്ത സമയത്ത് പുറത്തൊക്കെ പോയി വന്നാൽ കയറാറില്ല. ഇവിടെ നമുക്ക് എല്ലാം വൃത്തിയാക്കി ഇവിടെ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ലൈനി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാല് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടുത്ത് വേറെ കണ്ടാമിനേഷൻസ് പോകാണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഡെയിലി 2 ദിവസം കൂടുമ്പം ലൈസോൾ ഇട്ട് ക്ലീൻ ചെയ്യും. ആഴ്ചയിൽ 1 ദിവസം പുൽത്തൈലം വെച്ച് ക്ലീൻ ചെയ്യും. അതായത് നമ്മളൊരു കൃഷി എന്ന് പറഞ്ഞാലും മണ്ണ് ഇതിൻ്റെ അകത്ത് എവിടെയും പറ്റില്ല. ഒരു കൂണ് പറിച്ചു കഴിഞ്ഞാൽ ആ കൂണ് ഒരിക്കലും മണ്ണുമായിട്ടോ അല്ലെ പുറത്തുള്ള ഒന്നുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല. അത്രയും ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു വാങ്ങാൻ നമുക്ക് കിട്ടുമെന്നുള്ള സംശയം. കൂണല്ലാതെ വേറൊരു സാധനം. ആർക്കും പ്രവേശനമില്ലാത്ത ഇടത്തേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇത് ഏകദേശം ഹാർവെസ്റ്റ് ചെയ്യാനായതാണ്. രാവിലെ നമ്മളെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങി. കുട്ടികൾ പാക്കിങ് തുടങ്ങി. നമുക്കിപ്പം ഏകദേശം ഈ ഒരു സൈസാണ്. ഇതിലും സൈസ് ഉണ്ടാവും. അപ്പുറത്തെ ഫാമിൽ പുതിയത്. ഇതൊക്കെ ഏകദേശം 5 മാസം, മെയ് മാസം വരെയുള്ള ബെഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം അതിനും ഒരു 60 ദിവസം മുന്നേ വരെയുള്ള ബെഡുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ ഫാമിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ ഫാമിലായിരിക്കും കൂടുതൽ വലിപ്പമുള്ളത്. ഇത് ഏകദേശം 3rd, 4th, 5th ഹാർവെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ സൈസിലൊക്കെ ചെറിയ വലിപ്പക്കുറവ് വരും. അപ്പോൾ വലിയത് അപ്പുറത്തെ ഫാമിലായിരിക്കും കൂടുതലുണ്ടാവുക. ഏകദേശം ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇത് ഈ ഒരു ഫാമിൽ. പലർക്കും കൂണ് പറിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. പലരും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു കുഴിയുണ്ട്. ഈ കുഴി നിവരുന്ന സമയത്താണ് ഇതിൻ്റെ പ്രായമാവുക. ഇതിനത്ര സൈസ് വന്നു എന്നല്ല, ചെറുതാണെങ്കിലും ഇതിൻ്റെ നടുക്കുള്ള കുഴി എപ്പോഴാണോ നിവരുന്നത് അതായിരിക്കും ഇതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയം. അപ്പോൾ ഇതാണ് ഏകദേശം ഇതിൻ്റെ കറക്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ ഇതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കും. ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ UV ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, കളർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ പിങ്ക് മഷ്റൂം എന്ന് പറയും. ഇത് വൈറ്റ് ആണെങ്കിൽ ഇത് പിങ്ക് ആണ്. കളർ പോലെ തന്നെ പേരും പിങ്ക് മഷ്റൂം എന്നാണ്. ശരിക്കും പ്ലൂറോഡസ് ജാമർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഏകദേശം 4ാമത്തെ 5ാമത്തെ ഹാർവെസ്റ്റ് ആയതുകൊണ്ടാണ് സൈസ് കുറവ്. ശരിക്കും ഈ ഒരു സൈസ് അത്ര തന്നെ വരും. കളർ കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കാലാവസ്ഥ ഇതിനും അതിനും രണ്ടും ഓപ്പോസിറ്റ് കാലാവസ്ഥ. ഇതിന് ചൂടാണ്, ഈ പിങ്കിന് ചൂടാണ് വേണ്ടത്, ഇതിന് തണുപ്പാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ഈ കാലാവസ്ഥ കറക്റ്റ് കിട്ടിയാലേ ഇതിൻ്റെ കളറ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കളറ് കുറവാണ്. പക്ഷേ നമുക്ക് ചെമ്മീൻ്റെയൊക്കെ ടേസ്റ്റാണ് ഇത്. ഫ്രൈ ചെയ്താലൊക്കെ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ലയാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ്. സാധാരണ കളർ കൂണുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ അത് വിഷമാണെന്ന രീതിയിൽ അതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ഇതേപോലത്തെ ഫാമിൽ തന്നെ ചെയ്യുന്നതാണ് ഇതിനേക്കാൾ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ് പിങ്ക്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വളരെ ചുരുക്കം പേര് ആൾക്കാർ മാത്രമേ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുള്ളൂ. അത് അവയർനെസ്സിൻ്റെ കുറവാണ്. ഏത് മഷ്റൂം ആയാലും അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് ആൾക്കാർ അത് വാങ്ങാണ്ടിരിക്കുന്നത്. അവയർനെസ് ഉള്ളവരാണ് കൂടുതലായിട്ട് നമ്മളിന്ന് കൺസ്യൂം ചെയ്യുന്നത് മുഴുവനായിട്ടും. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. കറക്റ്റ് നിങ്ങൾ വന്ന ദിവസം തന്നെ ഇത് കിട്ടി. എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം കുറച്ച് ബെഡുകൾ മാത്രമേ നമ്മൾ പിങ്കിൽ ചെയ്യാറുള്ളൂ. നമ്മൾ വീട്ടാവശ്യത്തിന് എൻ്റെ ഒരു കസ്റ്റമർ ശൃംഖലയിൽ ഇതുമായിട്ട് ഇത് അറിയുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് മാത്രമാണ് നമ്മളിത് കൊടുക്കാറ്. ഇനിയിപ്പം ഇത് കണ്ടതിന് കൂടുതൽ ആൾക്കാർ ചോദിക്കുമായിരിക്കും. നോക്കാം.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിളവെടുത്ത് ഇത് ഒരു നമ്മുടെ ഈ ഒരു മൊത്തം ഒന്ന് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ കൊട്ട അല്ലേ. ഇത് എത്ര ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ്? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് നിർത്തുന്നേ ഇല്ല. നമ്മൾ എല്ലാ ദിവസവും ബെഡ് നിറയ്ക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇതുപോലത്തെ ഒരു 10-20 ട്രേ ഒരു ദിവസം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും. 15-30 കിലോ 50 കിലോനുള്ളിലായിട്ടാണ് നമ്മൾ ഇവിടുത്തെ മാത്രം പ്രൊഡക്ഷൻ. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് കൊല്ലം പുനലൂർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെ കോഴിക്കോട് ഉള്ളിയേരി, അങ്ങനെ 2 മൺസൂൺ യൂണിറ്റ് കൂടി നടത്തുന്നുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ആർല ഫാമിൽ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 ഫാമുകൾ ആയി സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്ത് കണ്ടതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് പുതിയ ബെഡുകൾ വെക്കുന്ന ഫാമാണ്. ഏകദേശം ഇത് 7-ാം മാസത്തെ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുക. 5-ാം മാസം അവിടെ കണ്ടു, 6, 7, 8 അങ്ങനെ അങ്ങ് പോവുക ചെയ്യുക ഇത് ഫില്ലായിട്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇടും. ഹാർവെസ്റ്റ് ഇത് മെയിനായിട്ട് വരുന്നത് ഷോപ്പുകളായിട്ടാണെങ്കിൽ ഇരിട്ടി, ഉളിക്കൽ, മട്ടന്നൂർ ഷോപ്പുകളായിട്ട് പോകുന്നത്. പിന്നെ തലശ്ശേരിയും കണ്ണൂരും അല്ലാതെ ഷോപ്പല്ലാതെ ബൾക്കായിട്ട് വാങ്ങിയിട്ട് പോകുന്നവർ ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരിലാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ കിടക്കുന്നത്, വിപുലമായിട്ട് കിടക്കുന്നത്. ഇതിന് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തത് ഇന്നും നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാലേ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് 2 ദിവസമൊക്കെ വെക്കാറുണ്ട്. അല്ലെങ്കിൽ കടയിൽ നമ്മൾ ഒരു ദിവസം മാത്രമേ വെക്കാറുള്ളൂ. എല്ലാ ദിവസവും പുതിയത് വെക്കും. ഇന്നത്തെ കൂണ് നാളെ ആവശ്യമില്ല, കാരണം നാളെ വീണ്ടും ഹാർവെസ്റ്റ് ചെയ്യണം. കൂണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓണം, വിഷു, ഈസ്റ്റർ, ന്യൂ ഇയർ ഒന്നുമില്ല. കൂണ് മുന്നേ ചെയ്ത് വെക്കുന്നത്, ഇതിന്ന് ചെയ്തതല്ല, ഇന്ന് ഏതോ ദിവസങ്ങളിൽ ചെയ്ത വ്യത്യസ്തമായ സമയത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹാർവെസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നാണ്. ഇന്നത്തെ ദിവസം ലീവാണോ അല്ലയോ എന്നുള്ളത് കൂണിനറിയില്ല. അതുകൊണ്ട് ഇത് ഇന്ന് പറിച്ചാൽ ഇന്ന് തന്നെ വിറ്റ് തീർക്കണം. നാളെ പറിക്കാനുള്ളത് നാളെ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ടാവും. ഒരു പശുവിനെയൊക്കെ വാങ്ങിയാലുള്ള അവസ്ഥയാണ്. ഇത് എപ്പോഴുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ പിന്നെ സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ A-to-Z കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. അതെ. അതിനിടയ്ക്ക് ഒരുപാട് അവാർഡുകൾ നമുക്ക് ആദ്യം തന്നെ പിന്നെ ഇതുവരെയൊരു കൃഷി വകുപ്പിൻ്റെയോ അല്ല കൃഷി ഭവൻ്റെയോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ ജില്ലയുടെ ഒന്നും അവാർഡ് ഇതുവരെ കിട്ടിയില്ല. ആദ്യം തന്നെ കിട്ടിയത് നാഷണൽ അവാർഡാണ്. മില്യണർ ഫാമർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മഹീന്ദ്ര ട്രാക്ടേഴ്സ് കൃഷി ജാഗരൻ അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ കൊടുത്തതാണ്. കൃഷി വിജ്ഞാന കേന്ദ്രം KVK നമ്മളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും മില്യണർ ഫാമർ ഓഫ് അവാർഡ് ഉണ്ട്. ഡിസംബർ 5 മുതൽ 7 വരെയാണ്, 8 വരെയാണ്. അപ്പോൾ അതും ഡൽഹിയിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് അവർ എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ അവാർഡിൻ്റെ. അപ്പോൾ അവിടെ ഇപ്രാവശ്യം അവാർഡുകളുണ്ടാവും. ജില്ലയിൽ നിന്നും സംസ്ഥാനത്തു നിന്നും നാഷണൽ ബേസ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ദീപിക അഗ്രി എൻ്റർപ്രണർ അവാർഡ് അതും നമുക്ക് മൺസൂൺ മഷ്റൂമിനാണ് കിട്ടിയത്. അങ്ങനെ അവാർഡുകളിങ്ങനെ അതിനുശേഷം വരുന്നുണ്ട്. നമ്മളതെല്ലാം ഫോക്കസ് ചെയ്യുന്നു. നമ്മളെ പണിയിൽ ഫോക്കസ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നമുക്ക് വന്നു ചേരുന്ന. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും ഒരുപാട് അവാർഡുകൾ നേടട്ടെ. ഈ കൊട്ട അങ്ങോട്ട് മാറ്റാം. അവർക്ക് 9 മണിക്ക് വിക്രം ഒരുപാട് വിശേഷങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതുമ നിറഞ്ഞൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി തുടക്കം മുതൽ ഇത് നമുക്ക് ഈ വിളവെടുക്കുന്നത് വരെയുള്ള ആ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചറിയാം. രാഹുലേട്ടാ, സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അതായത് കുൺകൃഷി നമ്മളൊക്കെ തുടങ്ങിയത് വൈക്കോലിൽ തുടങ്ങിയതാണ്. വൈക്കോല്, റബ്ബറിൻ്റെ സോഡസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ 10-35 വർഷമായിട്ട് കുൺകൃഷി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അത് രീതിയിൽ തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ ഇപ്പം പാർട്ട്ണറും ഏറ്റവും അടുത്ത സുഹൃത്തുമൊക്കെ ആയ പിന്നെ ആദം ഷംസുദ്ദീൻ തൃശ്ശൂർ കൊരട്ടിയാണ്. പക്ഷേ ആദമാണ് ഈ മഷ് പെല്ലറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മാധ്യമം കുൺകൃഷിയിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങളത് ടെസ്റ്റ് ചെയ്തു. ആദ്യം തന്നെ ഞങ്ങളന്ന് ടെസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് നമ്മൾ വിപണിയിൽ എത്തിച്ചത് മൺസൂൺ മഷ്റൂം തന്നെയാണ്. ഇപ്പം ഓൾ കേരള, ഓൾ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നത് മൺസൂൺ മഷ്റൂം തന്നെയാണ്. അപ്പോൾ
അതെന്ന് പറയുന്നത് നമ്മൾ കാലിത്തീറ്റ പോലെയുള്ള പെല്ലറ്റാണ്, മഷ് പെല്ലറ്റ്, കൂൺകൃഷിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മഷ് പെല്ലറ്റ്. ആ ഒരു പെല്ലറ്റ് 1 കിലോ പെല്ലറ്റ് എടുത്തിട്ട് അതിലേക്ക് 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ചൂടാറുമ്പോൾ വിത്തിട്ട് കൊടുത്ത് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചിട്ട് വെച്ചാൽ മാത്രം മതി. നമ്മൾ വൈക്കോലൊക്കെ ആണെങ്കിൽ 10-12 മണിക്കൂർ വെള്ളത്തിലിട്ട് അതിന് ശേഷം അത് പുഴുങ്ങി അതിനുശേഷം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്ത് ഒരു 20% ജലാംശം നിലനിർത്തി ബാക്കി ഉണക്കി അങ്ങനെയൊക്കെ ഒരു നീണ്ട മണിക്കൂറുകൾ നീണ്ട ഒരു പ്രോസസ്സായിരുന്നു. ഇതിപ്പോൾ ആർക്കും ഒരു വീട്ടമ്മക്കും ആർക്കും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറി. എന്നുവെച്ചാൽ 1 കിലോ പെല്ലറ്റ് എടുക്കുക എന്ന് പറയുന്നത് തൂക്കിയെടുക്കുന്ന വലിയ പണിയല്ല, 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളം ഒഴിക്കുക എന്ന് പറയുന്ന ഒരു പണിയല്ല. പിന്നെ രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊരു വലിയ സൈസായിട്ടുണ്ടാവും, വെള്ളം വലിച്ചെടുത്ത് വലുതായിട്ടുണ്ടാവും. അതൊന്ന് മിക്സ് ചെയ്ത് അതിൽ വിത്തിട്ട് കൊടുത്താൽ മതി. ആ വിത്തിട്ട് കൊടുത്ത് 15 ദിവസം നമ്മൾ ഇതുപോലെ വെക്കുക ചെയ്യാം. ഈ 15 ദിവസം വെക്കുന്ന ഏകദേശം ഒരു ദിവസം നമ്മൾ 75 ബെഡോളം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതുപോലെ മുഴുവനായിട്ടും വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ 3/9 3-ാം തീയതി ചെയ്തതാണ്. ഇന്ന് ഇതിൻ്റെ 15ാമത്തെ ദിവസമാണ്. 15ാമത്തെ ഇന്നത്തെ ദിവസം ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ വെള്ളം കളഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ തൂക്കും. ഇതിപ്പം പിന്നെ ഇതൊക്കെ അങ്ങൊന്ന് മുതലേ ഇങ്ങോട്ടേക്ക് തൂക്കി വരുവാണ്. ഇതിപ്പോൾ ഈ താഴെ വെച്ചിരിക്കുന്നത് കൂടി ഫില്ലാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഉറികളും കൂടി ഫില്ലാവും. അപ്പോഴേക്ക് 2 ഫാമും ഫുള്ളായിട്ട് ഫില്ലാവും. അത് കഴിഞ്ഞിട്ടാണ് 3ാമത്തെ ഫാമിലെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ റീപ്ലേസ് ചെയ്ത് പണി അങ്ങോട്ടേക്ക് മാറ്റും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊരു മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിൽ ഇപ്പോൾ 50 കിലോ ഡെയിലി പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ 50 കിലോ മാർക്കറ്റ് അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും കൂണ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പിന്നെ വാങ്ങില്ല. അപ്പോൾ ആ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം, എല്ലാ ദിവസവും കൂണ് വിൽക്കണം, എല്ലാ ദിവസവും ഉൽപ്പാദിപ്പിക്കണം. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് മൊത്തത്തിൽ 50 കിലോ കിട്ടുന്നത് 20 കിലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ചൂട് കൂടാൻ പോകുന്നു. സാധാരണ ഫാമുകൾ ചെയ്യുന്നവർക്കൊക്കെ ഇനി ചൂട് കൂടുന്ന സമയത്ത് പ്രശ്നമാണ്. ചൂട് കൂടുമ്പം ഉൽപ്പാദനം കുറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹൈടെക് ഫാമിലേക്ക് നടത്തിയത്. ഇപ്പോൾ ഹൈടെക് ഫാം നിർമ്മാണവും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾ കേരള ഇപ്പം ഒരുവിധം എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ ഫാമുകൾ ഓപ്പണായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏകദേശം 11ാമത്തെ ഫാമാണ് മിനിഞ്ഞാന്ന് നിർമ്മിച്ചു കൊടുത്തത്. എല്ലാ ഫാമുകാരും ഏകദേശം 1 ലക്ഷം രൂപയോളം വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവരെ കൂൺകൃഷി പഠിപ്പിച്ച് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഫാം ഇട്ട് കൊടുത്തു. ഫാമിൻ്റെ അകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കേണ്ട മുഴുവൻ സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മളിപ്പം സ്വന്തമായിട്ടൊരു വരുമാനം എന്ന രീതിയിൽ കൂടുതൽ നമ്മൾ പലർക്കും ഒരു വരുമാന മാർഗ്ഗം ആക്കി കൊടുക്കുമ്പോഴാണ് നമുക്കുള്ള ശരിക്കുള്ള സന്തോഷം കിട്ടുന്നത്. ഏകദേശം എൻ്റെ ഒരു ഫോൺ കോൺടാക്റ്റ് നോക്കി 7000-ഓളം കോൺടാക്റ്റുകൾ നിലവിലുണ്ട്. അതിൽ 3000-ഓളം ആൾക്കാർ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഓൾ കേരള നമ്മൾ ഈ പെല്ലറ്റ്, വിത്ത്, കവറ്, ടാപ്പ്, ഈവൺ ഉറി, കൂണിൻ്റെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ കൂണുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾക്ക് ട്രെയിനിങ് മുതൽ വിൽപ്പന, സ്റ്റിക്കർ വരെയുള്ള പാക്കിംഗ് അടക്കമുള്ള മുഴുവൻ മെറ്റീരിയൽസും നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണല്ലോ ഞാൻ കൂൺകൃഷി മാത്രമായിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഒരു കർഷകനായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നതുകൊണ്ടാണ് നമുക്കും ഈ രീതിയിലൊരു വളർച്ച എന്ന രീതിയിലും ആര് കണ്ടാലും മൺസൂൺ മഷ്റൂം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ഒരു 5-8 വർഷത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഇപ്പോഴാണ് അതിൻ്റെ റിസൾട്ട്. ഒരു 2 വർഷത്തിനുള്ളിലായിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ടും കിട്ടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ കാർഷിക വകുപ്പിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ്റെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കൃഷി വകുപ്പിൻ്റെ ആണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് കൃഷി ഓഫീസർ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പം വന്ന കൃഷി ഓഫീസർ വളരെ ഹെൽപ്പിംഗ് ആണ്. ലാസ്റ്റ് നമ്മൾ കുറേ പ്രാവശ്യം വിളിക്കാനും സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ കൃഷി വിജ്ഞാന കേന്ദ്രം കണ്ണൂർ KVK അവിടെ നിന്നാണ് ഞാൻ പഠിച്ച് ട്രെയിനിങ് എടുത്ത് എന്നെ ഈ രീതിയിൽ ബിൽഡ് ചെയ്തത് മുഴുവനായിട്ട് KVK കണ്ണൂരിൽ നിന്നാണ്. പിന്നെ കൃഷി വകുപ്പിൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. KVKയിലെ എല്ലാവരും ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഈ ഫാമിലേക്കോ അല്ലെങ്കിൽ ഞാൻ അവിടത്തേക്കോ സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഡോക്ടർ ജയരാജ് സാർ KVK ഹെഡ് ജയരാജ് സാറാണ് എന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു മണിക്കൂറിലെ സംസാരത്തിലാണ് കൂൺകൃഷിയുടെ ഇപ്പോൾ ഉള്ള മേഖല 5-8 വർഷം മുന്നേ ഇത്രയും മേഖല ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നത് അന്നാണ്.
അന്ന് പറഞ്ഞു തന്ന മേഖലകളിലാണ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത്. ആ ഒരു പിന്നെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞ പോലെ സാറാണ് എന്നെ മുഴുവനായിട്ട് ബിൽഡ് ചെയ്തിട്ട്. നമ്മൾ ഇപ്പോഴായാലും എന്ത് സംശയം വന്നാലും ഒന്ന് വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് സംശയങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സാറിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ആണ്, വിളിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് അത് പറയുന്ന പോലെ ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നമുക്ക് ഈസി ആക്സസ് ആയിട്ടുള്ള ഓഫീസേഴ്സ് വളരെ അപൂർവമായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. മുഴുവൻ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് ആ രീതിയിൽ. അങ്ങനെ ഇപ്പം നമ്മളിപ്പം പുതിയ ഒരു ഓഫീസും കാര്യങ്ങളും ഇവിടെ എടുക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ട്രെയിനിങ്ങുകൾ നാഷണൽ റബ്ബർ ബോർഡിൻ്റെത്, കുടുംബശ്രീകളുടെ, അഗ്രികൾച്ചർ കോളേജുകൾ, ഇപ്പം NSSൻ്റെ ഒരുവിധം സ്കൂളുകളിലൊക്കെ നമ്മൾ ഫാം ഇരിട്ടി സ്കൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർളം സ്കൂളിൽ. ഇതൊക്കെ ഭയങ്കര നമ്മളിപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരിട്ടി സ്കൂളിൽ നിന്ന് അവർ 15,000 രൂപ കുൺകൃഷി ചെയ്തിട്ടുള്ള ലാഭം അവർ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. അങ്ങനെ ഒരുവിധം ക്ലാസ്സുകൾ നമ്മൾ KVK അതിൻ്റെ കൃഷി വകുപ്പിൻ്റെ ആയാലും മൊത്തമായിട്ട് ട്രെയിനിങ്ങുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയായിട്ടാണ് കൂടുതൽ ഇപ്പം ബിസി. ഈ ഡേ ടു ഡേ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 5 പേര് ഫുൾ ടൈമായിട്ടും 2 പേര് പാർട്ട് ടൈമായിട്ടും ചെയ്യുന്നുണ്ട്. ബാക്കി മുഴുവൻ ഈ കൺസ്ട്രക്ഷനും ബാക്കിയുള്ള കോഴിക്കോടും കൊല്ലത്തും നോക്കിയാൽ ഏകദേശം 21 സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ചെറിയൊരു കാര്യമായിട്ട് കാണുന്നില്ല, വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്നതല്ല, അതിനെക്കൊണ്ട് പലർക്കും ഗുണം കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം 40-50 കടകൾ കൊടുക്കുന്നുണ്ട്. 50 കടകളിലും ഒരു ദിവസം ഒരു പാക്കറ്റിന് 10 രൂപ വെച്ച് അവർക്ക് കമ്മീഷനാണ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഒരു മാസം എങ്ങനെ 7,000 രൂപ 10,000 രൂപ ഒരു കടയിൽ കമ്മീഷൻ വെച്ച് നമ്മളെല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. പിന്നെ അവയർനെസ് കൂടുന്നുണ്ട്. കുൺകൃഷിനെ പറ്റി പണ്ട് ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആൾക്കാർ ഉപഭോഗം കൂടി, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് മനസ്സിലാക്കി. അതാണ് ശരിക്കും നമ്മളെ ഗ്രോത്തും കൂടി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആറളം ഫാമിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ വന്നു. അന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണം അവിടെ നിന്നായിരുന്നു. അതൊരു കൂൺ ബിരിയാണി ആയിരുന്നു. വളരെ നാവിന് നല്ല രുചിയായിരുന്ന ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ കൂണിൻ കൊണ്ട് എന്തൊക്കെ പുതിയ പുതിയ വെറൈറ്റി ഐറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? വെറൈറ്റി ഐറ്റം എന്നേക്കാൾ കൂടുതൽ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. ഒരുപാട് വന്നിട്ട് കേരളം മുഴുവൻ എന്ന രീതിയിൽ, ഒരു പഞ്ചായത്തിൽ ഒരാൾ എന്ന രീതിയിൽ, ഒരു വാർഡിൽ എന്ന രീതിയിലെങ്കിലും ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പല ആൾക്കാരും സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം നമ്മളിവിടെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ, അയ്യങ്കുന്ന് തന്നെ ഡോൺ ബോസ്കോയുടെ കെയർ ഓഫിൽ ഏകദേശം 120 ആൾക്കാർക്ക് കുൺകൃഷിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്തിട്ട് ക്ലാസ്സുകളും കൊടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ വെറൈറ്റി ഐറ്റംസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓരോന്നും ഉണ്ടാക്കുമ്പോൾ നമ്മളോട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ അവിടെ പോകുമ്പോൾ കൂണിൻ്റെ അച്ചാർ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കുറേ വിഭവങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് രാവിലെ എങ്ങനെയുണ്ട് കഴിച്ച് നോക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടി ഭയങ്കരമായിട്ട് അവിടെ സെയിൽ നടക്കുന്നുണ്ട്. കൂണിൻ്റെ അച്ചാറുകൾ വേറെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. നമ്മൾ പക്ഷേ അച്ചാർ ഏകദേശം 5 വർഷത്തിൽ മേലെയായിട്ട് കൂണച്ചാർ വലിയൊരു കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ട് അച്ചാറിന് വേണ്ടി മാത്രമായിട്ട്. പിന്നെ ഇതുപോലെ ഇപ്പം നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, റോൾ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ മറ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാക്കും. നമ്മൾ അന്ന് കൂൺ ബിരിയാണി കഴിച്ചു. അന്ന് അവിടെ വന്ന 99% ആൾക്കാരും കൂൺ ബിരിയാണി ആദ്യമായിട്ട് കാണുന്നതാണ്. അല്ലെങ്കിൽ അവർ കഴിച്ചിട്ടുള്ള ബട്ടൺ മഷ്റൂമിൻ്റെ ബിരിയാണിയാണ്, അല്ലാതെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ബിരിയാണി കഴിച്ചില്ല. അതിൻ്റെ ടേസ്റ്റ് അന്ന് കഴിച്ച മുഴുവൻ ആൾക്കാർക്കും അത് മിനിമം ഒരു 10 പേരോടെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് കൂൺ അച്ചാറുമായിരുന്നു അതിൻ്റെ കൂടെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വലിയ ഒരു ഫുഡ് ഈ രീതിയിൽ ഒരു കാറ്ററിംഗ് രീതിയിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വൻ വിജയമായി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും റിസൾട്ട് അറിയുമ്പോഴത്തേക്കിനും നമുക്ക് ഏകദേശം തൃപ്തിയായി. ഞാൻ ഇപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 4-നായിരുന്നു. അപ്പോൾ ഗ്രീൻ പ്ലാനറ്റ് മട്ടന്നൂർ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തിയത്. അന്ന് ഞാൻ 3 ഐറ്റംസ് ഇതേപോലെ മഷ്റൂമിൻ്റെ സൂപ്പ് സ്റ്റാർട്ടറായിട്ട് എല്ലാവർക്കും എൻ്റെ ഈ മഷ്റൂമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുവിധ ആൾക്കാരെയൊക്കെ നമ്മൾ അതിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഷ്റൂമിൻ്റെ സൂപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടാണ് അതിൻ്റെ ആ റിസൾട്ട് അത്രയും ഇത് കിട്ടാത്തത്. അന്നവിടെ സൂപ്പ് കഴിച്ച മുഴുവൻ ആൾക്കാരും ഭയങ്കര അഭിപ്രായമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചില്ലി മഷ്റൂം ഉണ്ടായിരുന്നു, അതുപോലെ അച്ചാറുണ്ടായിരുന്നു. 2-3 ഐറ്റംസ് നമ്മൾ മഷ്റൂമിൻ്റെ മാത്രമായിട്ട് വെച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന നമ്മൾ മറ്റുള്ള പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലും കൂടുതൽ നമ്മൾ
നമ്മളെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാവുന്ന രീതിയിലും. പിന്നെ ഈ ശരിക്കും ആക്ച്വൽ ടേസ്റ്റ് മഷ്റൂമിൻ്റെ പല ആൾക്കാർക്കും പ്രശ്നം എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ അറിയില്ല. വാങ്ങി കൊണ്ടുപോയാൽ ഇത് വീട്ടിലവർ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ ടേസ്റ്റ് കിട്ടും എന്നുള്ളത് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെയാണ് അന്ന് ബിരിയാണി ഉണ്ടാക്കുക. പക്ഷേ ബിരിയാണി നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിലും ബെസ്റ്റ് ബിരിയാണി ആയിരുന്നു അന്നത്തേത്. അന്ന് ഭയങ്കര ഒരു ഇവിടെ ഞാനിരുന്ന് ചെയ്തതെന്നല്ല, വൈഫ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഷ്റൂമിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. അടുപ്പിച്ച് കുറേ ദിവസങ്ങളിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ ഏകദേശം ആ റെസിപ്പി വെച്ചിട്ടാണ് ഇവിടുത്തെ ഭക്ഷണം വെക്കുന്ന ഷിനോജ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം ആ റെസിപ്പി ബൾക്ക് ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോഴേ വീട്ടിലവർക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ സാധാരണ ഉണ്ടാക്കുന്നതിലും ഗംഭീരമായിട്ട് ചിക്കൻ ബിരിയാണി വരെ തോറ്റു. അതെ അതെ. ഇപ്പം പുതുതലമുറ ഇപ്പം നമ്മുടെ ഈ കാർഷിക മേഖലയിലേക്കൊന്നും വരുന്നില്ല. അപ്പൊ അവരോട് വിവ കർഷകർ എന്നുള്ള ഒരു രീതിയിൽ പുതുതലമുറയോട് പുതുതലമുറയോട് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഒന്നുമില്ല, എല്ലാത്തിനും ആളായിരുന്ന രീതിയിലാണ് ആൾക്കാർ പുതിയ സ്ഥലങ്ങളും പുതിയ ഇതും തേടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിലേക്ക് ഒരു 1000 കിലോ കൈപ്പക്ക കിട്ടാനുണ്ടോ നിൻ്റെ ഏതെങ്കിലും ഒരു സർക്കിളിലൊന്ന് അന്വേഷിക്കാൻ. ഞാൻ സ്റ്റാറ്റസ് വിട്ടു. എനിക്കറിയുന്ന വലിയ വലിയ ആൾക്കാരോടും ചോദിച്ചു. 1000 കിലോ പാവക്ക സപ്ലൈ ചെയ്യാൻ ആരുമില്ല. കണ്ണൂർ ജില്ലയിൽ ആരുമില്ല. ഇനി വേറെ ഏതെങ്കിലും ജില്ലകളിലുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ആരും ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. ഇവിടെ അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. 1000 കിലോ പാവക്ക ഇല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ എൻക്വയറി ചെയ്യുമ്പോഴേ നമുക്ക് കൊടുക്കാൻ സാധനമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. കൃഷിയിലായാലും കൃഷിയിൽ നല്ലോണം പഠിക്കുന്നവരും ഒട്ടും പഠിക്കാത്തവരും 2 പേരും വിദേശത്തായില്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇവിടെ റൂട്ട് കാലിയാണ്. നമ്മളെ പോലെയുള്ളവർക്ക് പോകാൻ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഇതിലുള്ളവരൊക്കെ വേറെ തൊഴിൽ നോക്കിപ്പോയി. തീരെ ഇല്ലാത്തവരും എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു വഴിയാണ് ഇപ്പോൾ. നമുക്ക് എത്ര വേണമെങ്കിലും ഓടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ ഇൻസ്പയർ ആകുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ പല NSSൻ്റെ ക്ലാസ് ഞാൻ ഇരിട്ടിയിൽ ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് വന്നിട്ട് എങ്ങനെയുണ്ട് ക്ലാസ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞത് ടെൻഷനിലും മാറി. കാരണം +1 +2 എക്സാമിനെ പറ്റിയിരുന്നു ഇപ്പോൾ ടെൻഷനില്ല. കാരണം ഇനി തോറ്റാലും കുഴപ്പമൊന്നുമില്ല, പണി അറിയാമല്ലോ, കൃഷി അറിയാം, ഇനി അങ്ങ് പോയിക്കോളാവുന്ന രീതിയിലാണ് ആൾക്കാർ. പിന്നെ നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ മർച്ചൻ്റ് നേവിയിലായിരുന്നു, കപ്പലിലായിരുന്നു. അപ്പോൾ കപ്പലിൽ ഞാൻ എങ്ങനെയാണ് നടന്നത് അതിനേക്കാൾ നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുമ്പോൾ അത് പലരും കാണുന്നുണ്ടല്ലോ. പിന്നെ ഈ കുൺകൃഷി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഏത് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചു എന്നുള്ളതും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് യുവാക്കളിലെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഞാനിപ്പം അഗ്രി ബിസിനസ്സാണ്, അല്ലാതെ കൃഷി എന്ന് പറയുന്ന മാത്രം അഗ്രി എന്ന് മാത്രം പറയുന്നതല്ല. നമ്മൾ അഗ്രി ബിസിനസ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിൽ പോകുമ്പോൾ മാത്രമേ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. വരുന്നതിന് മുന്നേ നമ്മളെ വിളിച്ച് കൺസൾട്ട് ചെയ്ത് എങ്ങനെയായിരിക്കും വന്നാൽ ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഗൾഫ് റിട്ടേൺ ആകുന്ന ആൾക്കാരുണ്ട്. ഗവൺമെൻറ് ജോലി ഏകദേശം ഇതെടുക്കുക റിട്ടയർമെൻറ്റിലേക്ക് പോകുമ്പോഴേക്ക് അതിന് മുന്നേ എന്തൊക്കെ ചെയ്തു വെക്കണം, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നുള്ളത് ചോദിച്ചു വരുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പ്ലാനിങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ട്. ഇത് വിദേശ മാർക്കറ്റിലേക്കുള്ള വിദേശ മാർക്കറ്റ് എന്ന് വെച്ചാൽ വിദേശത്തൊക്കെ ഓൾറെഡി മഷ്റൂം ഉണ്ട്. ഇവിടുന്ന് നമ്മളിപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം യൂറോപ്യൻ കൺട്രീസിൽ 60% അവർ കൺസ്യൂം ചെയ്യുന്നത് മഷ്റൂംസ് ഐറ്റംസ് ഉണ്ട്. വെൽ ഡെവലപ്പ് ആയിട്ടുള്ള എല്ലാ കൺട്രീസിലും അവർ മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്നത് മഷ്റൂമാണ്. ഇവിടെ മാത്രമേ മഷ്റൂം ഇപ്പോൾ അറമ്പത്ത് കിട്ടുമ്പോൾ മാത്രമേ കഴിക്കൂ എന്നുള്ള ഒരു ഇത് വരുള്ളൂ. ഇവിടെയാണ് ഇഷ്ടംപോലെ മാർക്കറ്റ് ഉള്ളത്. അവിടെയൊക്കെ ഓൾറെഡി മഷ്റൂം എല്ലാ സ്ഥലത്തും മഷ്റൂം ഉണ്ട്, ഭയങ്കര പോപ്പുലറുമാണ്. അവർക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് അറിയാം. ഇവിടെയുള്ളവർക്ക് അവയർനെസ് അത്രമാത്രം ഇല്ലയെന്ന് മാത്രം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ മഷ്റൂം എന്താണ് ഈ റിസർച്ചും അങ്ങനെയുള്ള പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്കും മാത്രമേ ഇതിനെപ്പറ്റി അറിയുള്ളൂ. അല്ലാതെ ഈ നാട്ടിൻ പുറത്തുള്ളവർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് അറിയാത്തതുകൊണ്ടാണ് ഇത് കൺസ്യൂം ചെയ്യാത്തത്. ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ പ്രേക്ഷകർക്ക്? നമുക്ക് മെയിനായിട്ട് ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ചെയ്തത് തിരുവനന്തപുരം, റീസെൻ്റ് അല്ല, ഒരു 6 മാസത്തിന് മേലെ ട്രിവാൻഡ്രത്തൊരു ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പുള്ളിക്കാരൻ്റെ വൈഫിന് മുട്ടുവേദന ഉണ്ടായിരുന്നു, വെരിക്കോസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ ഈ വെരിക്കോസ് എല്ലാം വെയിനൊക്കെ ഉള്ളിലേക്ക് പോയി,
മുട്ടുവേദന മൊത്തമായിട്ട് പറയും. അവർ 3ാമത്തെ നിലയിലാണ് ഞാൻ ഫാം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായിട്ട് വൈഫ് എന്നെ കയറുന്ന പറിക്കുന്നതെല്ലാം ചെയ്യുന്നത്. ഡെയിലി കൺസ്യൂം ചെയ്യുമ്പോൾ അത് മാറി. ഇവിടെ തന്നെ അടുത്തുള്ള ഒരാൾക്ക് പ്രമേഹത്തിൻ്റെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക നിർത്തി. അതായത് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പം അച്ചാർ കഴിഞ്ഞ ദിവസം അച്ചാർ നമ്മൾ കേരളത്തിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് 8,000-9,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. അതിൻ്റെ അകത്ത് കൊളസ്ട്രോൾ 0 ആണ്. മഷ്റൂമിൽ കൊളസ്ട്രോൾ 0 ആണ്. വൈറ്റമിൻ ഡി ഉള്ള ഒരു ഭക്ഷണവും ഇല്ല. ഭക്ഷണം വലിയ രീതിയിൽ വൈറ്റമിൻ ഡി കിട്ടുന്നത് ആകെ വെയിൽ കൊള്ളാൻ മാത്രമാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ജ്വല്ലറിക്കാരും ബാങ്കുകാരുമാണ്. കാരണം ഈ ജ്വല്ലറിയിലും ബാങ്കിലും സൂര്യൻ ഉദിക്കുമ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ. വിറ്റാമിൻ ഡി കിട്ടാൻ വേറെ വകുപ്പില്ല. ആകെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മഷ്റൂം മാത്രമാണ്. അപ്പോൾ അതൊക്കെ അറിയുന്നവർ ഇതിലേക്ക് വരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഗുളിക കുടിക്കുന്നവർ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മഷ്റൂം കൺസ്യൂം ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിനൊരു വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് മഷ്റൂം കഴിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു പ്രശ്നമില്ല. അത് വലിയൊരു സൊല്യൂഷനാണ്. കാരണം എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഗുളിക കഴിക്കുന്ന ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒറ്റ സാധനത്തിന് മാത്രം നമുക്ക് മഷ്റൂം കൺസ്യൂം ചെയ്യുന്നത്, ഡെയിലി കൺസ്യൂം ചെയ്ത് ഭക്ഷണത്തിൽ ഒരു നേരെങ്കിലും ഭക്ഷണം കൂണ് ഉൾപ്പെടുത്തണം എന്നാണ്. ഫൈബർ, ഇത്രമാത്രം നാരുകളുള്ള വേറെ ഭക്ഷണമില്ല. ഈ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഈ ഹെൽത്ത് ബെനിഫിറ്റ് വെച്ച് കമ്പയർ ചെയ്താൽ വലിയ സംഭവമാണ്. പക്ഷേ കൂടുതൽ പേരും ടേസ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് മഷ്റൂം കൺസ്യൂം ചെയ്യുന്നത്. ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ അതിന് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റാണ്. ഇതൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള മഷ്റൂം എന്ന് പറയുന്നത് തന്നെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളതാണ് എന്നുള്ളതാണ് ജനങ്ങളിൽ ഇനി അവെയർ ചെയ്യാനുള്ളത്. നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. പക്ഷേ വരുന്ന യുവതലമുറ എന്ന് പറയുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് അവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, അത് കഴിച്ചാൽ എന്ത് കിട്ടും, ശരീരത്തിന് എന്ത് കിട്ടില്ല, ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരില്ലേ അവർ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്, വാങ്ങുകയും ചെയ്യുന്നു. പ്രായമുള്ളവരെ നമ്മൾ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അതിലും മെനക്കെടുന്നത് പുതിയ ആൾക്കാരെ പഠിപ്പിക്കുക. ഒരു 70 ബഡ്ജറ്റിട്ട് ആദ്യം തുടങ്ങിയതാണ്. പിന്നെ കുറച്ച് കൂട്ടി ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് വരുമാനം കിട്ടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ചെറിയൊരു ഫാം ഗ്രീൻ നെറ്റ് മാർക്കറ്റ് അങ്ങനെ ചെയ്തു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഹൈടെക് ഫാമിലേക്ക് മാറി. കൂണ് മാർക്കറ്റിൽ പോകാത്ത ദിവസം നമ്മൾ അത് വാട്ടി അച്ചാറുണ്ടാക്കും. ഒരു മനസ്സിന് സന്തോഷമുള്ള പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. ഒരു നല്ല സുഖമുള്ളൊരു പരിപാടിയാണ് കൂൺ കൃഷി. ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു. ഇപ്പോൾ കൂത്തുപറമ്പ് എന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പേര് മാഡം? ഷീബ. സിത്താര. അപ്പോൾ ഇവരിവിടെ വരാനുള്ള കാരണം? അതായത് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന എല്ലാ ഹൈടെക് ഫാമുകളും ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുമ്പ്, പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫാമിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ സ്റ്റാഫ്, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണോ ചെയ്യുന്നത് അത് കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ഈ ഫാമിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയൊരു ഫാം റൺ ചെയ്യുന്നതും വലിയ രീതിയിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ അവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ട്രെയിനിങ് എന്ന രീതിയിൽ വന്ന ഇവരാണ്. അവിടുത്തെ ഫാം നോക്കി നടത്തുന്നത് ഇവരാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ എത്തി. 7 മണിക്ക് ഇവിടെ എത്തി. കറക്റ്റ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ചേച്ചി, അനുഭവം എങ്ങനെയുണ്ട്? നല്ലതാണ്. കണ്ടപ്പോൾ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആവും. കുറച്ചും കൂടെ പാക്കിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അത് പഠിച്ചെടുത്തു കുറച്ചൊക്കെ കാര്യങ്ങൾ. ഗംഭീരമാണ്. നമുക്കിപ്പോൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. നാഷണൽ അവാർഡൊക്കെ മേടിച്ച ആളാണ് നമ്മുടെ
രാഹുലേട്ടൻ. അപ്പോൾ ഇനി നാഷണൽ അവാർഡൊക്കെ മേടിക്കും, മൂത്തർമ്മയൊക്കെ കൊണ്ടുപോകും പൊന്നാടുന്നു. അവിടെ ഓൾറെഡി ഫാമും കാര്യങ്ങളെല്ലാം സെറ്റായി, ജസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മതി, എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 ദിവസം ഇവിടെ വരുമ്പോഴേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കൂടുതൽ ദിവസങ്ങളൊന്നും വേണ്ട, 2 ദിവസം കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ഒരുവിധം ഫാമുകളൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, അത് കാരണം ഇവിടുത്തെ അതേ സംഭവമാണല്ലോ അവിടെയും വരേണ്ടത്, അതേ റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. 1 മാസത്തിനുള്ളിൽ നമ്മൾ പറയുന്ന സംഭവം പൈസ അവർക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കണം. അതിന് അവർ തയ്യാറെങ്കിൽ അവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് നമ്മൾ പഠിപ്പിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ഏജനറ്റ് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ഒരു സംരംഭം 100% നല്ല രീതിയിൽ മികച്ച ഒരു പ്രവർത്തനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു സംരംഭത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്യുന്ന ആ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഡേ ടു ഡേ ലൈഫ് നോക്കുന്ന അവിടുത്തെ സ്റ്റാഫ് എന്നല്ല, ഞാൻ എൻ്റെ അനിയന്മാരെ പോലെ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും 100% വിശ്വസ്തയോടെ ഓടി നടന്ന് എവിടെ വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവർ 4 പേരാണ്. ഇനിയും 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇവരാണ് ഈ കാര്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടല്ലേ. എങ്ങനെ, എന്താ പേര് പറഞ്ഞ? ശരത്ത്. എങ്ങനെയുണ്ട്? ഗംഭീരാണ്. എന്താ പേര്? അഭിനന്ദ്. വിക്രം. അമൽ. ഇത് നമ്മളെ പാർട്ണർ. അപ്പോൾ വളരെ ഒരു വിജയകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ കൂൺ കൃഷി ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒട്ടനവധി ജില്ലകളിൽ ഇപ്പോൾ ഈ കൂൺ കൃഷിയുടെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മുടെ രാഹുലേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്നത് നമ്മൾ ആർലഫ് ഫാം അല്ലേ, ആർലഫ് ഫാം ഉൾപ്പെടെ നമ്മളെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാമാണ്. അപ്പോൾ അവിടെയും നമ്മൾ കൂൺ കൃഷി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവ തലമുറയ്ക്കൊരു പ്രചോദനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാഹുലേട്ടനും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഇതിൻ്റെ പാർട്ണറും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ സഹോദരങ്ങളൊക്കെ ഇനിയും ഒരുപാട് മികച്ച രീതിയിൽ ഈ കൂൺ കൃഷിയുമായി മുന്നോട്ട് പോകട്ടെ. ഒരുപാട് അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ അവാർഡുകളും രാഹുലേട്ടനെ വരും നാളുകളിൽ തേടിയെത്തട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഈ കൂൺ കൃഷിയുടെ പ്രത്യേകതകൾ അറിയണം. ഇതിൻ്റെ ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ കൂൺ കൃഷിയിലൂടെ അല്ല കൂൺ ഉപയോഗത്തോടെ നമുക്ക് അസുഖങ്ങൾ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും പുന്നാട് വരണം, രാഹുലേട്ടൻ്റെ അടുത്ത് വരണം. ഇതെന്താണെന്ന് നമ്മൾ ചോദിച്ചറിയണം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്ന ഒരു ഫാമൊക്കെ ഒരുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ഒരു പുതുതലമുറ നല്ലൊരു കൃഷിയുമായി മുന്നോട്ട് വരട്ടെ എന്ന് ഏജനറ്റ് ആശംസിക്കുകയാണ്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. ഓക്കെ, താങ്ക് യു. എല്ലാം വിജയകരമായി ഭംഗിയായി മുന്നോട്ട് പോട്ടെ. ഓക്കെ. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം. ഉത്തര കേരളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടിയിൽ 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ. ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ, പഴങ്ങൾ ഉൾപ്പെടെ ഓണസദ്യക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ. ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ്. അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ടോയ്ലറ്റ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവിന്റെ ഓഫർ മേളം. ഇതോടൊപ്പം സെപ്റ്റംബർ 13-14 തീയതികളിൽ 999 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ. വിലക്കുറവിന്റെ പൊന്നോണവുമായി തലാൽ ഓണം സെയിൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി. വ്യവസ്ഥകൾ ബാധകം.